ിച്ചിട്ടുള്ളത്. ഇവിടെ സുമ പറഞ്ഞു, കാർത്തികപ്പള്ളിയിൽ അധികാരത്തിലെത്തുക എന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു എന്ന്. ഞാനത് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാർത്തികപ്പള്ളിയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിന് വരണമെന്നുള്ളത് BJP-കാരുടെ മാത്രം സ്വപ്നമായിരുന്നില്ല. കാർത്തികപ്പള്ളിയുടെ ശാപമോക്ഷം ആഗ്രഹിക്കുന്ന ഓരോ പ്രബുദ്ധനായ ജനതയുടെയും ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് നാം കണ്ടത്. കാരണം ഇടതു വലതു മുന്നണികൾ ഈ നാടിനെ അധോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ നാടിനൊരു ശാപമോക്ഷം ആവശ്യമാണ്. ഈ നാടിനെ രക്ഷിക്കാൻ ഇനി ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കാർത്തികപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ തീരുമാനിച്ചതിന്റെ ഫലമാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന ബഹുമതിക്ക്, അംഗീകാരത്തിന് ഭാരതീയ ജനതാ പാർട്ടി അർഹമായി. നിങ്ങൾ നൽകിയ അംഗീകാരത്തെ, ജനവിധിയെ എല്ലാവിധ എളിമയോടും കൂടി ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. തീർച്ചയായും ഇത് വലിയ ഒരു നേട്ടമായി കരുതുമ്പോഴും അങ്ങനെയല്ല എന്ന ബോധ്യവും ഞങ്ങളെ നയിക്കുന്നുണ്ട്. കാരണം ഇതൊരു നേട്ടത്തിനപ്പുറം വലിയൊരു വെല്ലുവിളിയാണ്. ഈ നാടിനെ ചവിട്ടി മെതിച്ച, ചവച്ച് ചണ്ടിയാക്കിയ ഒരു നാടിനെ വീണ്ടും അതിന്റെ എല്ലാവിധ പ്രൗഢിയോടും കൂടി തിരികെ കൊണ്ടുവരിക എന്ന വലിയ വെല്ലുവിളിയാണ് നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ നൽകിയ അവസരത്തെ, ആ വെല്ലുവിളിയെ ഞങ്ങൾ ഹൃദയത്തിലാണ് ഏറ്റുവാങ്ങുന്നത്. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നൽകിയ ഈ ജനവിധി ഉണ്ടല്ലോ, അതിനെ ഭാരതീയ ജനതാ പാർട്ടി എല്ലാവിധ മഹത്വത്തോടും കൂടി സ്വീകരിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു മികച്ച കാർത്തികപ്പള്ളി സൃഷ്ടിക്കാൻ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. അതിനാണ് ശ്രീമാൻ പി ഉല്ലാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റത്. ഉല്ലാസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ കാത്തു വലിയ വെല്ലുവിളികൾ ഇരിപ്പുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഒരുപക്ഷെ ഇനി മുതൽ ഈ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വെറുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ ഒന്നായി കാർത്തികപ്പള്ളി മാറിയാലും ഞങ്ങൾക്ക് അതിശയമില്ല. ഇനി മുതൽ കാർത്തികപ്പള്ളിക്ക് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാകില്ല. കാർത്തികപ്പള്ളിയുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നുള്ളത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വെറുക്കപ്പെട്ട ഭരണസമിതിയാകുമെന്ന ഉത്തമ ബോധ്യവും ഞങ്ങൾക്കുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ അഴിമതികളും, എല്ലാ കെടുകാര്യസ്ഥതയും, എല്ലാ സ്വജനപക്ഷപാതവും, നിങ്ങളുടെ കഴിവില്ലായ്മയും ഒക്കെ ഒരുപക്ഷെ ഞങ്ങളുടെ മേലിലേക്ക് നിങ്ങൾക്ക് നാളെ മുതൽ ആരോപിക്കാൻ യാതൊരു മടിയും ഇല്ലാത്തവരാണ് ഈ ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്നും ഞങ്ങൾക്കറിയാം. ഇന്നലെ വരെ നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ കുഴപ്പങ്ങളുടെയും ഉത്തരവാദികൾ ഇനി മുതലുള്ള ഭരണസമിതിയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഞങ്ങൾ കരുതിയിരിക്കുന്നുണ്ട്. പക്ഷെ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് കിട്ടുന്ന അവസരം നിങ്ങളുടെ സേവനത്തിനായാണ് വിനിയോഗിക്കുക. തീർച്ചയായും കാർത്തികപ്പള്ളിയുടെ യഥാർത്ഥ ചിത്രം എന്താണ് കാർത്തികപ്പള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വന്നിട്ടുള്ളത് എന്നതിന്റെ ഒരു സമഗ്രമായ ചിത്രം, ഒരു യഥാർത്ഥ ചിത്രം ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കും. കഴിഞ്ഞ കാലത്തെ ഭരണസമിതിയുടെ ചെയ്തികൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ഈ നാടിന്റെ പൊതുപണം ഈ നാട്ടിലെ ഭരണാധികാരികളായി നാം ജയിപ്പിച്ചു വിട്ടവർ അല്ലെങ്കിൽ നമ്മെ ഭരിച്ചവർ എങ്ങനെയാണ് ചിലവഴിച്ചത് എന്നതിന്റെ യഥാർത്ഥ ചിത്രം ഞങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കും. ഈ നാടിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തെ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഭരണത്തിലിരുന്നവർ തടഞ്ഞു വെച്ചത് എന്നതിന്റെ യഥാർത്ഥ ചിത്രവും ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കും. തീർച്ചയായും ഇവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള അവസരം, ആ അവസരത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ എല്ലാവിധമായ ഔന്നത്യത്തോടും കൂടി ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കുക എന്ന കടമയാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയാം, കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട ഒരു ഭരണ രീതിയാകില്ല തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി കാർത്തികപ്പള്ളിയിലെ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുക.
മറ്റെല്ലാവരും കാണിച്ചതുപോലെയുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും തീർച്ചയായും നിങ്ങൾ ഈ ഭരണസമിതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ നാടിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിന് എന്താണോ സഹായകരമാകുന്നത്, കാർത്തികപ്പള്ളിയുടെ സമഗ്ര വികസനത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിലാണ് ഉതകുന്നത്, അത്തരത്തിലുള്ള തീരുമാനങ്ങളാകും ഈ ഭരണസമിതി എടുക്കുക എന്ന ഉറപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് തരാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ നിങ്ങളെ സാധാരണ മനുഷ്യർക്ക് കിട്ടേണ്ട എത്രയോ ആനുകൂല്യങ്ങൾ, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള എത്രയോ പദ്ധതികൾ ഈ കാർത്തികപ്പള്ളിയിലെ ജനങ്ങൾക്ക് നിഷേധിച്ച ഭരണകൂടമാണ് നമ്മെ ഭരിച്ചത്. അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള എളിയ പരിശ്രമമായിരിക്കും ഞങ്ങൾ നടത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ നൽകിയ ഈ വലിയ ഒരു ഉത്തരവാദിത്വത്തെ ഒരു അവസരമായി, ഒരു വെല്ലുവിളിയായി എല്ലാവിധ എളിമയോടും കൂടി ഏറ്റെടുത്തുകൊണ്ട് കാർത്തികപ്പള്ളിയിലെ പ്രബുദ്ധരായ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള അഗൈതവമായ നന്ദി. കാരണം ഈ നാട് ഇങ്ങനെ തന്നെ പോയാൽ പോരാ എന്ന് തീരുമാനിച്ചത് നിങ്ങളാണ്. ഈ നാടിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങളാണ്. ഇടതിനും വലതിനും ഇനി ഈ നാട്ടിലൊന്നും ചെയ്യാനില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ പരീക്ഷിക്കുന്നത് എന്ന ഉത്തമ ബോധ്യവും ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവസരവാദ രാഷ്ട്രീയത്തിലൂടെ ഇടതും വലതും ചേർന്ന് പിൻവാതിലിൽ കൂടി നാളെ കൈകോർത്തുകൊണ്ട് ഞങ്ങളെ പുറത്താക്കാനും നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ അത് കരുതി തന്നെയാണ് ഈ നാടിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്നത്. ജനങ്ങൾ നൽകിയ വിധിയെ, ജനകീയ കോടതിയുടെ വിധിയെ പിൻവാതിലിൽ കൂടി അട്ടിമറിക്കാൻ വരും കാലങ്ങളിൽ ശ്രമിക്കുന്ന അവിശുദ്ധ രാഷ്ട്രീയക്കാരാണ് ഇവിടെയുള്ളത്. ഇന്ത്യ സഖ്യം എന്നുള്ളത് അങ്ങ് ദില്ലിയിൽ മാത്രം പ്രാവർത്തികമാകുന്ന ഒരു സംഗതിയല്ല. ഒരുപക്ഷെ ഈ കാർത്തികപ്പള്ളിയിലും നാളെ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ പരീക്ഷണശാലയായി മാറിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം രണ്ട് മുന്നണികളും ഒരുപോലെ ഭയപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തെയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം 5 വർഷം പൂർത്തീകരിച്ചാൽ പിന്നീട് അവസരവാദ രാഷ്ട്രീയത്തിന്, അഴിമതി രാഷ്ട്രീയത്തിന്, കെടുകാര്യസ്ഥതയുടെ രാഷ്ട്രീയത്തിന്, മത സാമുദായിക ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയത്തിന് ഈ നാട്ടിൽ ഇടമുണ്ടാകില്ല എന്ന് ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് രണ്ടുപേരും ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങളുമായി മുൻപോട്ടേക്ക് പോകുന്നത്. ഒരുപക്ഷെ നാളെ സംഘടിതമായ ഒരു ശ്രമത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ പുറത്താക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. കാർത്തികപ്പള്ളിയിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. അധികാരമല്ല ഞങ്ങളെ മോഹിപ്പിക്കുന്നത്, മറിച്ച് ഈ നാടിന്റെ പുരോഗതിയാണ് ഞങ്ങളുടെ ദൗത്യം. ഞങ്ങൾ അധികാരം ഏറ്റെടുക്കുന്നത് ഏതെങ്കിലും പ്രവർത്തകന്റെ കീശ വീർപ്പിക്കാനല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കാനുമല്ല, മറിച്ച് ഈ നാടിന്റെ സമഗ്രമായ പുരോഗതിയാണ്, പരിവർത്തനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഈ നാടിനെ സമഗ്രമായി പരിവർത്തനം ചെയ്യിക്കാൻ നിങ്ങൾ നൽകിയ അവസരം എല്ലാവിധ കാര്യക്ഷമതയോടും കൂടി കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് മാത്രം ഉറപ്പു നൽകിക്കൊണ്ട് കാർത്തികപ്പള്ളിയിലെ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിച്ച് ഈ നാടിന്റെ സമഗ്രമായ പരിവർത്തനത്തിന് ചാലക ശക്തികളായി നിന്ന ഓരോ ജനാധിപത്യ വിശ്വാസിക്കും, ഓരോ പുരോഗമന വാദിക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. താങ്ക് യു കാർത്തികപ്പള്ളി. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ ശോഭിച്ചയെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു.